ഹലോ, ഞാൻ സുനി സജി ദേവതി ബ്യൂട്ടി പാർലർ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോറ്റ ഓപ്പോസിറ്റ് ദേവതി ഗോൾഡൻ ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനം, സന്തോഷം, സ്വസ്ഥതയൊക്കെ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. ഈ ഈസ്റ്റർ വന്നു കഴിയുമ്പോൾ മൊത്തം ആഘോഷമല്ലേ. പെസഹ വ്യാഴാഴ്ച, പിന്നെ ഗുഡ് ഫ്രൈഡേ, പിന്നെ സാറ്റർഡേ ഒക്കെ കഴിഞ്ഞിട്ട് ഞായർ കഴിയുമ്പോൾ മുതൽ ഉത്സവം. അതുപോലെയാണ് യേശുക്രിസ്തു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ആത്മാവ് നമ്മളിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് നിത്യാനന്ദം ഉണ്ടാകുന്നല്ലേ ബൈബിൾ പറഞ്ഞേക്കണേ. നിത്യാനന്ദം നമ്മൾക്കുടെ അവകാശമാണ്. ആ ഭാഗ്യത്തിൽ നമ്മളിൽ എല്ലാവരിലും ഉണ്ടാകട്ടെ. സമാധാനം, സന്തോഷം, സ്വസ്ഥതയുണ്ടാകും. നമ്മൾ ദൈവരാജ്യത്തിലാകും എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ, യേശുവിൻ്റെ മധ്യസ്ഥതയാൽ പിതാവായ ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിനെ, സ്വന്തം മകനെ ഉയർപ്പിച്ച് അതേ ആത്മാവ് തന്നെ നമുക്ക് തരുക. ആ പരിശുദ്ധാത്മാവിനെ നിങ്ങളെല്ലാവരും നിറയട്ടെ, ഞാനും നിറയട്ടെ, കൂടുതൽ നിറയട്ടെ. മുട്ടോളം പോരാ, അരയോളം പോരാ, നീന്തി തുടിക്കണം. ആ പരിശുദ്ധാത്മാവ് നമ്മളെ യേശുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടുത്തട്ടെ. ഇവിടെ വായിക്കുന്നത് അത് തന്നെയാണ്. അത് യേശുബ്രാൻ്റെ നിയമങ്ങളെല്ലാം മനോഹരമായിട്ട് ഒരു മാജിക്കാം നമ്മളെ നന്നാക്കാൻ. മത്തായി 6:14, നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും. ആദ്യം നമ്മൾ ക്ഷമിക്കണം, നമുക്ക് ക്ഷമിക്കേണ്ടവരോടൊക്കെ. അപ്പം പിതാവ് നമ്മളോട് ക്ഷമിക്കും. നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കുകയില്ല. അപ്പം നമ്മുടെ ഹൃദയം ആരോട് ക്ഷമിച്ചില്ലേ, ദൈവം നമ്മളോട് ക്ഷമിക്കില്ല. നമ്മുടെ പാപം ചെയ്യാത്ത മനുഷ്യരുണ്ടോ? ചിന്തകളിൽ പോലും പാവമില്ലാത്ത ആരെങ്കിലും കാണുമോ? അപ്പോൾ നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കാഞ്ഞാൽ യേശുവിൻ്റെ എല്ലാ കാര്യവും അനുഗ്രഹം വേണം, മറ്റുള്ളവരെ അനുഗ്രഹിക്കണം. മറ്റുള്ളവരോട് ക്ഷമിച്ചാലോ ദൈവം ക്ഷമിക്കും. അപ്പം ഇങ്ങനെ നമ്മുടെ ക്യാരക്ടർ യേശുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടുത്താനാണ് പരിശുദ്ധാത്മാവ്. ആ യേശുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടുത്തേട്ടോ നമ്മുടെ എല്ലാവരുടെ സ്വഭാവവും. അങ്ങനെ ആ വാഗ്ദത്തങ്ങൾ ബൈബിളിൽ പറഞ്ഞേക്കണേ, ആ സമാധാനം, സ്വസ്ഥത, ആ ദൈവരാജ്യത്തിൽ കയറി ആ നിത്യാനന്ദം അനുഭവിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ കരാട്ടിൻ്റെ കേട്ടോ. ഞാനേ അടുത്ത ആഴ്ച സെറ്റ് ചെയ്ത് കാശ്മീർക്ക് ടൂർ പോയതില്ല കേട്ടോ. ഈ ആഴ്ച കരാട്ടിൻ്റെ ഇടാം, സമയം കിട്ടിയില്ല. കാശ്മീർക്ക് ടൂർ പോയപ്പോൾ വലിയൊരു സംഭവം ഉണ്ടായിട്ടോ. ഞാൻ ഐസ് കട്ടയിൽ അവിടെ കയറി നടക്കണ്ടാന്ന് ഓർത്താ. യേശുമ്പരാൻ പറഞ്ഞതാ, പക്ഷെ നടന്നു, തെന്നി വീണേ. സ്കേറ്റിങ് പോലെയില്ലേ, അവിടെയൊക്കെ പോയി നിന്നതാ. തെന്നി വീണിട്ട് കയ്യൊക്കെ ചതഞ്ഞിട്ടതേ കണ്ട പാടിത്ര. ഇതൊന്നുമല്ല, ഞാനിത് സാക്ഷ്യം പറയാനാ. ഞാൻ ഇങ്ങനെ മരിച്ചു നോർത്തു, കൈ പൊട്ടിപ്പോയി നോർത്തു. ഇങ്ങനെ അടച്ചൊറ്റ ഇങ്ങനെ അങ്ങ് വീണേ. അങ്ങനെ നടുവ് തല്ലി വീണെങ്കിൽ നടുവ് പോയതേ. ഭാഗ്യത്തിന് ഈ കൈ ചെന്നങ്ങ് തറച്ചിട്ടാണ് വീണത്. ഒന്നും പറ്റിയില്ല ശരീരത്തിന്, കൈക്ക് മാത്രമേ പറ്റുള്ളൂ. ഒടിഞ്ഞു എന്നാണ് ഓർത്തെ. എൻ്റെ എല്ല് കൂടെയുള്ളവർ എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാ, എല്ല് ദൈവമക്കളെ ഒടിയില്ലെന്ന് പറഞ്ഞവർ. പക്ഷെ ഞാൻ ഒടിഞ്ഞു എന്ന് പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കും കേട്ടോ. എക്സ്റേ എടുത്തപ്പോൾ ഒരു കുഴപ്പമില്ല, ഇച്ചിരി ചതവ് മാത്രം. അത് 2-3 ദിവസം കൊണ്ട് പെട്ടെന്ന് മാറി. കൈ പൊങ്ങൂലാർന്നേ. ഞാൻ ഈ കൈ കൊണ്ട് ഈ കൈ ഇങ്ങനെ പൊക്കി അങ്ങനെ അങ്ങ് കൈ പൊക്കിയിട്ട് ദൈവത്തിനെ സ്തുതിച്ച് ആരാധിച്ചു. അപ്പം എൻ്റെ കൈ എല്ലാം ഓക്കെ ആയി. ജീവനുള്ള യേശു ആ നീതിയുള്ള വലങ്കയിൽ എന്നെ താങ്ങിയില്ലെങ്കിൽ നടുവും തല്ലി വീണ് ഇടപാട് തീർന്നേനെ. അപ്പോൾ എപ്പോഴും ജീവനുള്ള ഒരേ ഒരു ദൈവമാണ്, യേശു ക്രിസ്തുവാണ്. നിങ്ങൾക്ക് കൂട്ടുകൂടാൻ, നിങ്ങൾ ക്രിസ്ത്യാനി ഒന്നും ആകട്ടെ, നിങ്ങളൊന്ന് സംസാരിച്ച് നോക്കിയാൽ നിങ്ങളുടെ വിഷയങ്ങൾ പരിഹരിച്ചു തരുമെന്ന് ഞാൻ പറയാം. അപ്പോൾ ആ യേശുബ്രാൻ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇന്ന് മുടിയുടെയാണ്, ഹെയർ കരാട്ടിനാണ് ഇപ്പോൾ കൂടുതൽ ആൾക്കാർ ചെയ്യുന്നത്. അതെല്ലാം എനിക്ക് നമ്മളാ ഇപ്പം എല്ലാവർക്കും കരാട്ടിൻ മതി. ഇപ്പം ഇന്ന് ഒരു കൊച്ച് രാവിലെ നമുക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട്. ആ കൊച്ച് പറഞ്ഞത് നമ്മുടെ അടുത്ത് ചെയ്തിട്ട് 2 പ്രാവശ്യം പുറത്തു പോയി. എറണാകുളത്ത് അവിടെ ഇവിടെയൊക്കെ പോയി സ്മൂത്തനിങ് ഒക്കെ ചെയ്തു, ഹെയർ ലാസിങ് ചെയ്തു. എൻ്റെ മുടി ഇങ്ങനെ ഭയങ്കര 1 മാസം മുമ്പ് ചെയ്ത് എന്നിട്ട് വന്ന് കരാട്ടും ചെയ്തു. നേരത്തെ കരാട്ടും ചെയ്തത് നമ്മുടെ അടുത്ത് ചെയ്ത് നല്ല സുഖം അനുഭവിച്ചതാണ്. അപ്പോൾ കൊച്ചു പറയാം, എനിക്ക് ഭയങ്കര ഇങ്ങനെ മുടിക്ക് പ്രശ്നമായി, അപ്പം നിങ്ങളുടെ അടുത്തിട്ട് തിരിച്ചു വരുമെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ അടുത്ത് നമ്മൾ ആഫ്റ്റർ കെയറും അതുപോലെ അതിമനോഹരമായ ആഫ്റ്റർ കെയറും കൊടുത്തു പറഞ്ഞേ. ആഫ്റ്റർ കെയർ മേടിക്കാൻ പറ്റാത്തവർ ഇത് ചെയ്യണ്ട. കാരണം ആഫ്റ്റർ കെയർ ചെയ്തില്ലെങ്കിൽ മുടി ശരിയാവില്ല. വേറെ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഷാമ്പു ഒക്കെ വേണം, അല്ലെങ്കിൽ ഇത് കഴുകുമ്പോൾ പോകും. അപ്പം അത്രയും സോഫ്റ്റ് നല്ല ഷാമ്പു നമുക്ക് യൂസ് ചെയ്യാവുള്ളൂ. അതുകൂടാണ്ട് അതിന് പകരം നമ്മൾ കണ്ടീഷണറൊക്കെ പകരം ഒരു സാധനം തന്നെ ഉണ്ട്. അതെല്ലാം മുടിക്ക് വളർച്ചയ്ക്ക് ഭയങ്കര നല്ലത്. എല്ലാവരും മുടി വളർന്ന കാരണമാണ് എല്ലാവരും റീഅടിക്കാൻ നമ്മുടെ അടുത്തായിട്ട് തന്നെ വന്നത് അത് കാരണം. അപ്പോൾ ഇങ്ങനെ മുടിയുടെ കാര്യം നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ എല്ലാം ഓക്കെ ആവും. പിന്നെ നിങ്ങൾ D3 ടെസ്റ്റ് ചെയ്യണം, സിങ്കോവൈറ്റ്, ബയോട്ടിൻ, വിറ്റാമിൻ ഗുളികയൊക്കെ ഇടയ്ക്കൊക്കെ കഴിക്കണം. പിന്നെ ഫുഡ്, മുട്ടയൊക്കെ മസ്റ്റായിട്ട് കഴിക്കുക. മുട്ട മുടിയുടെ വളർച്ചയാണ്. ഞാൻ മുട്ട തീരക്കാരിയാണ്, പക്ഷേ മുട്ട നിന്നാൽ വണ്ണം വയ്ക്കുന്നു. എല്ലാവരും പറയും മുട്ട നിന്നാൽ വണ്ണം വയ്ക്കില്ല. ഞാൻ മുട്ടയോളം വണ്ണം വയ്ക്കുന്നുണ്ട്. ഒരേ മുട്ടയുടെ വലുപ്പം വണ്ണം വയ്ക്കേണ്ടതാണ് മുട്ട തിന്നുമ്പോൾ. അപ്പോൾ പിന്നെ അപ്പോൾ ഇലക്കറി, പച്ച കളറുള്ള ഫുഡ് കഴിച്ചാൽ മുടി ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നോക്കി ഹെൽത്താട്ടോ. മുടിയുടെ സ്കിന്നിൻ്റെ ഒക്കെ റിഫ്ലക്ഷൻ ഹെൽത്താണ്.
അപ്പോൾ അതൊക്കെ നോക്കി നിങ്ങൾ ആരോഗ്യ പരിപാലനം ചെയ്യാൻ. നമ്മുടെ ആരോഗ്യമായിട്ട് ഞാൻ ഈ കൈക്ക് ഇങ്ങനെ വന്നപ്പോൾ ഞാൻ ഓർക്കുക, ഒരു കയ്യിൽ ഇച്ചിരി ചതവ് വന്നപ്പോൾ എൻ്റെ ജീവിതം എൻ്റെ ദൈവം ഒരു കാര്യത്തിന് വലതേയല്ലേ അതൊന്ന് എടുത്തു തരാമോ. നമ്മൾ അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കണം. ഒരു മനുഷ്യന് ഒരു മിനിറ്റത്തേക്ക് പോലും ആരെയും ആശ്രയിക്കാൻ വയ്ക്കാൻ എന്നെക്കൊണ്ട് എൻ്റെ ജീവിതത്തിൽ എന്നെ അനുവദിക്കല്ലേ എൻ്റെ യേശുമ്പരാൻ തന്നെ എന്നെ നോക്കണം. ദീർഘായുസ് പൂർണ്ണ ആരോഗ്യം കൊണ്ട് തൃപ്തി വരുത്തണം. പൂർണ്ണ ആരോഗ്യം. ഒരു മനുഷ്യൻ നമുക്ക് ഭൂമിക്ക് ഇത് ഭാരമായിട്ട് ഒരു മിനിറ്റ് പോലും നമുക്ക് ഭൂമിയിൽ ജീവിക്കേണ്ട. നമ്മൾ യേശുമ്പരാനോട് പറയണം നമുക്ക് ആരെയും നമ്മളെപ്പോഴും ഭൂമിക്ക് ഒരു അനുഗ്രഹമായിട്ടിരിക്കണം. അപ്പോൾ അതൊക്കെ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യങ്ങളൊക്കെ ആട്ടോ. അപ്പം ഞാനത് തിരിച്ചു വന്നപ്പോൾ പറഞ്ഞു, യേശുപ്പ എൻ്റെ കൂടെ ടൂർ പോരാൻ പറഞ്ഞിട്ട് ടൂർ വന്നല്ലോ, വരുകയും ചെയ്തു, എൻ്റെ കാല് കല്ലേ തട്ടാണ്ട് ദൂതന്മാരെ വെക്കണം എന്നൊക്കെ പറഞ്ഞല്ലോ. ഞാൻ കൂടെയുള്ള എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിച്ചതാണ്. എന്നിട്ട് എനിക്ക് ഞാൻ എന്ത് ചെയ്യും വീണേന്നൊക്കെ ചോദിക്കുക. അപ്പം എൻ്റെ വേദന മാറി. അതല്ലേ രസം. അതുവരെയുള്ള വേദന ആ സെക്കൻഡ് എൻ്റെ വേദന മാറിയിട്ട് പിന്നെ എനിക്ക് കയ്യിൽ വേദനയെ എടുത്തില്ലെന്നുള്ളതാണ്. ആ സെക്കൻഡിൽ നിനക്ക് നീതി കിട്ടേണ്ടതിന് നീ വാദിച്ചോളുക. ആ വചനം എടുത്തിട്ട് ഞാനിരുന്ന് യേശപ്പനോട് വഴക്കടിക്കുക. വേറെ ആരോട് വഴക്കടിക്കാനാണ്? നമ്മുടെ യേശപ്പനോടല്ലാണ്ട് വഴക്കടിക്കാൻ പറ്റുമോ? അപ്പം തന്നെ എൻ്റെ വേദന മാറ്റി തന്നു, എൻ്റെ കൈ ശരിയാക്കി തന്നു. എൻ്റെ യേശപ്പൻ ജീവനുള്ള ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പം മനോഹരമായ വീഡിയോസ് കാണുക. പെട്ടെന്ന് മുടി ചെയ്യാമോ? ശരിയെന്ന് നോക്കട്ടെ. ഹെയർ മേക്കോറിന് വന്നാണ്. മോൾ ഒരു പ്രാവശ്യമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. പണ്ട് ഇവിടെ ചെയ്താണ്. എനിക്ക് അവശിഷ്ടമായിരിക്കും ഇത്. ഇവിടെ സോഫ്റ്റ് ആട്ടോ. കുറച്ചത് കഴിഞ്ഞിട്ട് എളുപ്പത്തിന് കുറച്ച് അകലെയുള്ളതാ. എളുപ്പത്തിന് അടുത്തടുത്തുള്ള സ്ഥലങ്ങളിൽ എവിടെയൊക്കെയോ പോയി ചെയ്ത് മുടി കഴിഞ്ഞ മാസത്തോടെ ചെയ്താൽ അല്ലേ മുടി ഇപ്പം പിടിക്കാൻ പാടില്ല. അപ്പോൾ ഇത് കരാട്ടിൻ നമ്മുടെ അടുത്ത് തന്നെ കരാട്ടിൻ ചെയ്യാൻ വന്ന. പണ്ട് കൊച്ചിന് കരാട്ടിൻ നാനോപ്ലാസ്റ്റി ആയിരുന്നു ചെയ്തത്. ഇപ്പം കരാട്ടിൻ നിങ്ങൾ എപ്പോഴും മുടി ചെയ്യാൻ പോകുമ്പോൾ അവർ എല്ലാവരും പറയും ബ്രാൻഡഡാണ്. നിങ്ങൾ പേര് ചോദിക്കുക. കരാട്ടിൻ ഒത്തിരി കമ്പനിയുടെ ഉണ്ട്. തീരെ വിലക്കുറഞ്ഞുണ്ട്. കരാട്ടിൻ ശരിക്കും നല്ല ബ്രാൻഡഡേ ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് പല കുഴപ്പമുണ്ടെന്ന്. കരാട്ടിനല്ല, സ്മൂത്തനിങ്ങും ഹെയർ ലാസിങ്ങും ഒക്കെ ആയാലും നല്ല ബ്രാൻഡഡ് കമ്പനിയുടെ മാത്രമായിട്ടോ ചെയ്യാവുള്ളൂ. അതും ബ്രാൻഡഡ് കമ്പനിയുടെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. ഒരു പ്രാവശ്യം ഞങ്ങൾക്ക് ക്രീം തന്നവർ ഞങ്ങളെ പറ്റിച്ചിട്ട് ഞാൻ വലിയ പ്രശ്നം ഉണ്ടാക്കിയതാണ്. റിസൾട്ട് കണ്ടപ്പോൾ എനിക്ക് തോന്നി അപ്പം നമ്മളത് നമുക്ക് സുരക്ഷിതമായി നല്ല സ്ഥലത്ത് നിന്നാണ് മേടിക്കാവുള്ളൂ. നമ്മളെ പറ്റിയാത്ത നേരിട്ട ഡീലർമാരുടെ നിന്ന് തന്നെ മേടിക്കണം. ഇപ്പം ഇതിപ്പോൾ കാണാനൊന്നുമില്ല. കൊച്ചിതേ കഴിഞ്ഞ മാസം ചെയ്തതായിട്ട് പോലും ഇതേ മുടിയിരിക്കുന്ന അവസ്ഥ നോക്കിക്കേ. കരാട്ടിൻ ചെയ്ത ഒരു വർഷം കഴിഞ്ഞ് എൻ്റെ മുടി ഇപ്പം ഇങ്ങനെ ഇരിക്കണം. ഒരു വർഷം കഴിഞ്ഞിട്ട് ഇപ്പം ഇങ്ങനെ ഇരിക്കണം. ഇത് അവസാനം ചെയ്തതന്നെ സ്മൂത്തനിങ്ങാണ്. അവസാനം സ്മൂത്തനിങ്ങാണ് ചെയ്തത്. പക്ഷെ അത് എന്നാന്നറിയാൻ പാടില്ല, വളഞ്ഞും പൊളഞ്ഞൊക്കെ ഇരിക്കണേ വേണ്ട. അപ്പോൾ ഇപ്പോൾ യേശുവിൻ്റെ കൃപയാൽ ഇനി കരാട്ടിൻ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോടാൻസ് ആണ് ചെയ്യാൻ പോണേ. ഇത് അതിമനോഹരമായിരിക്കും. കൊച്ചിന് നമ്മൾ ചെയ്ത റിസൾട്ട് വേറെ ഇങ്ങനെ ചെയ്തിട്ട് കിട്ടിയില്ലെന്നാണ് പറഞ്ഞത്. അത് കാരണമാണ് കൊച്ച് തേടി വന്നത്. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ നമ്മൾ ഇതും നല്ലതായി ചെയ്യണതും നല്ലതാണ്. പിന്നെ അതിൻ്റെ നല്ല ബ്രാൻഡ് കമ്പനിയുടെ ആഫ്റ്റർ കെയർ നമ്മൾ കൊടുക്കണം. അത് മാത്രമേ ഇപ്പം നിന്നാൽ പോലും ഒരു വർഷം പിടിച്ചിരിക്കാൻ പറ്റും. എൻ്റെ ഇപ്പോൾ ഒരു വർഷത്തോളം കാലമായി. രണ്ടാമത് ചെയ്യാറായിട്ടുണ്ട്. എനിക്ക് ചെയ്യാനിട്ട് നല്ല അസ്വസ്ഥ. എല്ലാവരും പറയും എന്നെ കണ്ടിട്ട് ഏതാണ്ട് പോലെ. അങ്ങനെ പറയുമ്പോൾ തന്നെ എനിക്കറിയാം രണ്ടാമത് ചെയ്യാറായെന്ന്. ഇങ്ങനെ എനിക്ക് ചുമ ഇതൊക്കെ പിടിച്ചിട്ട് നീട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതൊന്ന് മാറട്ടെ നോക്കിയിട്ടാണ് ഇത്രയും കാലം നീട്ടിയത്. അപ്പോൾ യേശുവിൻ്റെ കൃപയിൽ അതിമനോഹരമായ കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യൂ. ഈ മോക്കളുടെ മുടി കണ്ടോ, നീളം കുറയ്ക്കാൻ മോള് പറഞ്ഞിട്ടാട്ടോ. നീളം കുറച്ച് അതിമനോഹരമായി. മറ്റേ ഒരു മാസം മുമ്പ് ഈ കൊച്ച് വേറെ എങ്ങാണ്ട് പോയി ചെയ്താൽ എന്നിട്ട് മുടിയെ പിടിക്കാൻ പാടായിരുന്നു. ഭയങ്കര ഫ്രിസി ആയിട്ട് മുടിയുടെ ഇങ്ങനെ. ഇതിപ്പോൾ ഭയങ്കര സോഫ്റ്റായി. കൊച്ച് അതിമനോഹരമായി. അപ്പോൾ ഇങ്ങനെ മുടി ഇത് നമ്മൾ കരാട്ടിൻ എപ്പോഴും ബ്രാൻഡ് കമ്പനി നിങ്ങൾ ഇതാ ചെയ്യണേന്ന് പറയുമ്പോൾ കമ്പനി ഏതാണെന്ന് ചോദിക്കണം എവിടെ ചെയ്താലും. എന്നിട്ട് ഗൂഗിളിൽ അടിച്ചു നോക്കണം. അപ്പോൾ അതിൻ്റെ റിവ്യൂ ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അത് നല്ലതാണ്. ബ്രാൻഡ് കമ്പനി തന്നെ നമ്മൾ സ്കിന്നിലായാലും ഫേഷ്യലിനായാലും. ഇത് ഹെയർ മേക്ക് ഓവറിന് വന്നാണ്. എൻ്റെ ഫ്രണ്ടാട്ടോ വീഡിയോ പിടിക്കണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ ബലമായിട്ട് പിടിച്ചേക്കണ. പേരൊന്നും പറയണ്ട. അപ്പോൾ പിന്നെ അറിയില്ലോ. പണ്ട് ഇങ്ങനെ ഈ കൊച്ചിനെ വേറെയാണ്ട് വരുവാ. വളരെ തിക്കായിട്ട് എപ്പോഴും തിക്ക് മുടിയാട്ടോ ഇങ്ങനെ കിടക്കുമായിരുന്നു. ഇങ്ങനെ ഞങ്ങൾ പഠിക്കുന്ന കാലത്തെ കോളേജ് ബ്യൂട്ടി ആട്ടോ. മുഖം കാണിക്കാനുള്ള അതിനിപ്പോൾ പറഞ്ഞിട്ട് കാര്യം. മുഖം കാണിക്കാൻ എപ്പോഴും സുന്ദരി പോലെ മോളെയൊക്കെ കെട്ടിച്ച് കൊച്ചുമൊക്കെ ഉണ്ട്. പക്ഷേ കണ്ട ഈ മുടിയുടെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനെ വല്ലൊരു കല്യാണം ആലോചിച്ചു തോന്നുന്നു എനിക്ക് വേണ്ടി. പിന്നെ ആകെ പ്രോബ്ലം കൂടി നമുക്കൊരു പ്രായമാകുമ്പോൾ പൊട്ടൂലേ. അപ്പോൾ നാനോപ്ലാസ്റ്റി ചെയ്യാന്നുള്ളതാണ്. വേറെ ഈ മുടി അതിമനോഹരമാണ്. തിക്കുണ്ട്. പക്ഷെ ഒരു ഇതാകുമ്പോൾ നമുക്കുടെ മുടി പല്ല് പൊട്ടും. ക്യാപ്പിടുന്ന പോലെ തന്നെ മുടി പൊട്ടണം. അത്ര മാത്രം. അതിന് നാനോപ്ലാസ്റ്റി ചെയ്ത് നമുക്കിങ്ങനെ പൂടമുടിയൊക്കെ വരുമ്പോൾ നമുക്കുടെ
സ്റ്റൈൽ മാറും. ഇനി സ്റ്റൈൽ മന്നത്തിയാണ് നമുക്ക് എല്ലാവർക്കും ഇങ്ങനെയല്ലേ, മക്കൾക്കൊരു പ്രായമാകുമ്പോഴല്ലേ നമ്മൾ സ്റ്റൈൽ ചില്ലാകണേ. അപ്പം അങ്ങനെ ആകാം. ശരി എന്നാൽ യേശുവിൻ്റെ കൃപയിൽ അതിമനോഹരമാകുന്ന കാഴ്ച കാണാൻ 4 മണിക്കൂർ വെയിറ്റ് ചെയ്യും. ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് കരാട്ടി നാനോപ്ലാസ്റ്റി ആട്ടോ ചെയ്ത് ആശാത്തി ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പറയുക, എൻ്റെ മുടിക്ക് എനിക്ക് ഒട്ടും നിവരുണ്ട്, എനിക്ക് പഴയ ചുളിവ് വേണമെന്ന്. ഞാൻ പറഞ്ഞു കരാട്ടി കഴുകി പൊക്കോളൂല്ലോ, അടിയൊക്കെ വടി പോലെ കിടക്കുന്നത്. യേശുവിൻ്റെ കൃപയാൽ അടിയിലൊക്കെ ഒരു നാച്ചുറൽ ലുക്കിൽ ഒരു ചെറിയ വളവുണ്ട്. ആശാത്തിക്ക് ചെയ്ത് പകുതി കഴിയുമ്പോൾ പറയാ, അയ്യോ എൻ്റെ ഒത്തിരി നിവരരുത് കേട്ടോ. അങ്ങനെ ഒരു നാച്ചുറൽ ലുക്കിലാണ് വന്നേക്കണം. അതെ, പിന്നെ മുടിക്കൊക്കെ ഉള്ളുള്ള മുടിയാട്ടോ, നല്ല ഭംഗിയിൽ കിടക്കണുണ്ടോ. അല്ലേ, ഇനി ആഫ്റ്റർ കെയറോട് യൂസ് ചെയ്യുമ്പോൾ 40 മാഷാട്ടോ കരാട്ടിൻ നാനോപ്ലാസ്റ്റിയ. കരാട്ടിൻ എന്ന് പറഞ്ഞാൽ കഴിപ്പോവും, വാഷ് ഔട്ട് ആട്ടോ. ഇതിന് ഇങ്ങനെ മുടിക്ക് ചേഞ്ച് വരത്തില്ല, ഇതൊരു കവറിങ്ങാണ്. ഓരോ വാഷിനും ഇങ്ങനെ കഴുകിപ്പോവും. പക്ഷെ കളർ ചെയ്യണം മുടിക്ക് ഫ്രസി ഹെയറിനൊക്കെ മുടി ഒത്തിരി സോഫ്റ്റായി, ഭയങ്കര സോഫ്റ്റായി. ഇങ്ങനെ ഇനി പിടിച്ചാൽ മതി. ഇനി ഷാമ്പും ഇതും സിറോക്കെ കൂടെ യൂസ് ചെയ്യുമ്പോൾ ആഫ്റ്റർ കെയറോട് യൂസ് ചെയ്യുമ്പോൾ ഒഴുകി കിടന്നോളും. മുടിക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്. ഈ കരാട്ടിൻ ചെയ്താൽ മുടി ഇങ്ങനെ ഒഴുകി കിടക്കും. അപ്പോൾ നമുക്ക് ആ ഫ്രഷ്നെസ് എല്ലാം മാറുമ്പോൾ തന്നെ മുടി മെയിൻറ്റെയിൻ ചെയ്യാൻ കൈവറിൽ എപ്പോഴും ഇങ്ങനെ മുടിയായിരിക്കും. നമുക്കതൊരു പിന്നെ തലേന്ന് കൈയെടുത്താൽ തോന്നുന്നില്ല ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ. അതൊരു ഭയങ്കര രസമായിട്ട് കിടക്കും. അടിപൊളിയല്ലേ നോക്കിയേ, യേശുവിൻ്റെ കൃപയ പരസ്യത്തിന് വല്ലണ മുടിയായില്ലേ നോക്കിയേ. വേണ്ട, സൂപ്പറായില്ലേ? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു എന്ന് പറയില്ല, ഇന്ന് പറഞ്ഞാൽ കാരണം ആദ്യമായിട്ടാണ് ചെയ്യട്ടെ. ഇഷ്ടപ്പെട്ടു എന്നാ പക്ഷെ പറഞ്ഞേ. പക്ഷേ ചുളിവെന്ന് പറഞ്ഞ പണ്ടൊരു കൊച്ചിങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ഹെയർ ലൈസിങ്ങാ. പിറ്റേ ദിവസം വന്നേക്കുവാ, എൻ്റെ മുടി ചുരുട്ടി താങ്ങുമ്പോൾ പിന്നെ ചുറ്റാൻ പറ്റുമോ? ഇത് പിന്നെ കുറേ കഴിയുമ്പോൾ നോർമലാവും. എന്നിട്ട് പിന്നെ ഇപ്പം അത് അമേരിക്കയിലാട്ടോ. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പാശ്ചാത്യം എപ്പോഴും സ്ട്രേറ്റൻ ചെയ്തുകൊണ്ട് നടക്കും കേട്ടോ. അമ്മ നൂല് കൊടുക്കുമെന്ന് കണ്ടിട്ട് ഈ ചുരുണ്ട പൊടി ഇങ്ങനെ ഇരുന്നപ്പോൾ നിവർന്നപ്പേ അമ്മ കാര്യം എനിക്ക് ചുരുട്ടി തന്നെ പറഞ്ഞു വന്ന പോലെ ആശാത്തി എനിക്ക് ചുരുണമെന്ന് പകുതിയായപ്പോൾ പറഞ്ഞ ആളാണേ. അപ്പോൾ ശരി എന്നാൽ. ഹലോ, ഈ മോക്കടെ ഹെയർ മേക്ക് ഓവറിന് വന്നാണ്. കുഞ്ഞിക്കുടാപ്പിയാണ്, പക്ഷെ ഹെയറൊക്കെ പൊട്ടിയിരിക്കുക. നമ്മളിങ്ങനെ പിള്ളേരുടെ ഹെയർ പൊട്ടുമ്പോൾ എണ്ണ തേക്കാഞ്ഞിട്ടാണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞ് പിള്ളേരെ വഴക്ക് പറയാണ്ട് പിള്ളേർക്ക് D3 ഉണ്ടോ, ഹീമോഗ്ലോബിൻ ഉണ്ടോ, ഇതൊക്കെ ടെസ്റ്റ് ചെയ്യണ്ടോ. സിങ്കോവൈറ്റ്, ബയോട്ടിൻ, D3യുടെ ഇതെല്ലാം കൊടുത്ത് മുട്ട ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യണം. കാരണം ഈ പ്രായത്തിൽ രക്തം തിളക്കുന്ന പ്രായം മുടി തിളങ്ങും. അപ്പോൾ ഇങ്ങനെ പൊട്ടൽ വരുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ കണ്ണാടി വെച്ചാൽ അല്ലെങ്കിൽ നോക്കുമ്പോൾ എല്ലാവരുടെ മുടി നല്ലതാണ്. അപ്പോൾ ഈ മുടിയെല്ലാം ഇങ്ങനെ തിക്കായിട്ട് താഴത്തോട്ട് വരണ്ട. ഇത് ഇപ്പം ചെയ്ത് കഴിയുമ്പോൾ പൊട്ടലൊന്നും കാണില്ല, പക്ഷെ അതിൽ തൃപ്തിപ്പെട്ടിരിക്കരുത്. നമ്മുടെ ആരോഗ്യത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. പിള്ളേർക്കൊന്നും പറഞ്ഞാൽ കേൾക്കൂല. പക്ഷേ പേരൻസ് നിർബന്ധിച്ച് വിറ്റാമിൻ ഗുളിക തീറ്റിക്കണം, പിന്നെ മുട്ട മസ്റ്റായിട്ട് തീറ്റിക്കണം. പച്ചക്കറി ഞാൻ തിന്നാറില്ല, അത് വേറെ പച്ചക്കറി എന്ന് പറയണില്ല. എങ്ങനെയും ഒക്കെ നല്ല സൂപ്പൊക്കെ ഉണ്ടാക്കി കൊടുത്തോ, അവരെ തന്നെ അത് സൂപ്പ് ഉണ്ടാക്കിപ്പിക്കുക, എന്നിട്ട് നമുക്കൂടെ കുടിക്കാം. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമാകുന്ന കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യൂ. ഈ മോക്കടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് കരാട്ടിൻ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിക് ബയോടാനിക്സ് ആയിട്ട് ചെയ്തേക്കണേ. ഞാൻ പറയുന്നത് ഇപ്പോൾ പൊട്ടലൊന്നും അറിയില്ല, കാണുന്നില്ല, എല്ലാം ഇങ്ങനെ കവർ ചെയ്ത് ഇങ്ങനെ സൂപ്പറായിട്ട് കിടക്കണം. ഇത് കണ്ടുകൊണ്ട് ആരോഗ്യം നോക്കാണ്ടിരിക്കരുത്. പൊട്ടൽ ഓൾറെഡി ഉണ്ട്, അത് നമ്മൾ കവർ ചെയ്ത് വെച്ചേക്കും, ഒരു പ്ലാസ്റ്റിക് കൂട്ടി കയറണ പോലെ. അങ്ങനെയാണ് കരാട്ടിൻ. അപ്പോൾ ആഫ്റ്റർ കെയർ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. ഉള്ളിൽ സിങ്കോവൈറ്റ്, ബയോട്ടിൻ, D3 എന്തൊക്കെ വിറ്റാമിൻ കുറവെന്നൊക്കെ ടെസ്റ്റ് ചെയ്യുക, അതൊക്കെ നോക്കുക. ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, ഇതെല്ലാം വേണം. അപ്പോൾ ഇത് കണ്ടോ കിടക്കണം കണ്ടോ. ഈ കരാട്ടിനൊരു ഗുണമുണ്ട്, ഇച്ചിരി നാച്ചുറൽ ലുക്ക് തോന്നിക്കും. മറ്റേ ഹെയർ ലാക്സിങ്ങും മറ്റേ സ്മൂത്തനിങ്ങും ഒക്കെ ചെയ്യണ പോലെയല്ല, ഇതിനൊരു നാച്ചുറൽ ലുക്ക് തോന്നിക്കും. ഇത് ഓർഗാനിക്കാണ്. വാഷ് ചെയ്യുമ്പോൾ 10-40 വാഷിന് പറയണം, പക്ഷെ മിക്കവർക്കും 8-9 മാസമൊക്കെ തലയിൽ നിന്ന് കിളുത്ത് വന്നത് നോർമലേ വരുള്ളൂ. ഇതിനൊക്കെ ഈ മുടിയൊക്കെ ഇങ്ങനെയൊക്കെ ഇരുന്നാണ് മുടി ചേഞ്ച് വരില്ല. വർഷത്തിലൊരിക്കലൊക്കെ പുറത്തുള്ള കൊച്ച കണ്ടാൽ തോന്നുമോ എൻ്റെ കല്യാണം കഴിഞ്ഞാൽ. ഞാൻ ബോധം കെട്ടി ഇതുവരെ ഞാൻ നോർമലായിട്ടില്ല. ഞാൻ +2 കൊച്ച പുറത്തേക്ക് പഠിക്കാൻ പോകാൻ നോക്കൊണ്ട് എന്നെ ചെയ്യാനേ ചെയ്യാൻ പറ്റില്ല. കല്യാണം കഴിഞ്ഞ കൊച്ചാന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഞെട്ടാനിരിക്കും കേട്ടോ. എല്ലാവരെയും കണ്ടാൽ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇത് ചെയ്ത് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇങ്ങനെ മുടി ചെയ്യാനുള്ളവരൊക്കെ പോരെ. അതീവ മനോഹരമായിട്ട് നമ്മുടെ മുടി ഇങ്ങനെ ഒഴുകി, അത് നമ്മുടെ ഒരു ആഗ്രഹമല്ലേ. ഈ പോറുകാരൊക്കെ ഇങ്ങനെ മുടി അതുപോലെ കിടക്കും. നമുക്കും അതൊക്കെ ചെയ്യാൻ പറ്റും.
ഇനി എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്തേ നടക്കുകയുള്ളൂ. കാരണം ഇതൊക്കെ എല്ലാവരുടെ സ്വപ്ന. പല്ല് കെട്ടിക്കുക, മുടി ഇങ്ങനെ ചിരിക്കുമ്പോൾ മുല്ലമൊട്ട് വേണം, മുടി ഇങ്ങനെ ഉരുകി ചാടണം, ഇതെല്ലാം കിട്ടും. ഹെൽത്തൂടെ നോക്കണേ, ഹെൽത്തിലാണ് ഇതെല്ലാം കേട്ടോ. അപ്പോൾ എൻ്റെയൊക്കെ പല്ലിൻ്റെ ഇവിടുത്തെയൊക്കെ പോയാൽ ഇപ്പം 1-2 പ്രാവശ്യം കെട്ടിക്കണം, ഇത് കെട്ടാൻ പറ്റുമെന്ന്. അപ്പം ഞാൻ ഇപ്പോഴല്ല, കുറേ നാൾ മുമ്പ്. അപ്പോൾ നമ്മളപ്പോൾ പല്ലൊക്കെ കെട്ടി ശരിയാക്കണമെങ്കിൽ ഇവിടെയൊക്കെ പല്ല് വേണേ. എല്ലാം ക്യാപ്പ് ഇട്ട് ഇങ്ങനെ ആരോഗ്യത്തിൻ്റെ പ്രോബ്ലത്തിൽ എനിക്ക് എന്തോരം ആരോഗ്യ ഇത് പറ്റിയെന്നറിയാം. അപ്പോൾ നിങ്ങൾക്കൊന്നും പറ്റാണ്ടിരിക്കാനാണ് ഞാൻ ഈ ഹെൽത്ത് ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ മുടിയുള്ളവരൊക്കെ പെട്ടെന്ന് വരെ ശരിയെന്ന്.